ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. യെശയ്യാ പ്രവചനം 49 അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ ലോകത്തുള്ള സകല മനുഷ്യരും കേട്ടിട്ടുള്ളൊരു തിരുവചനമാണ്. യെശയ്യാ 49:14 അറിയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതെ, യെശയ്യാ 49:14. സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. വല്ലാത്തൊരു നീറ്റലല്ലേ, വല്ലാത്തൊരു നീറ്റലല്ലേ. ഈ കാലഘട്ടമൊക്കെയും പറയാറുണ്ട് മക്കള്. 2008 മുതൽ വരുന്ന ആ പള്ളിയിൽ, ഈ പള്ളി തുടങ്ങി അന്ന് മുതൽ വരുന്നതാ എന്നും വന്ന് കുറച്ച് മക്കൾക്ക് സാക്ഷ്യം പറയുന്നത് കേട്ടില്ലേ? നമ്മൾ ഇടയ്ക്ക് ചെന്ന് ചോദിക്കും, കർത്താവേ നീ എന്നെ തോപ്പിച്ചല്ലേ. വല്ലാത്ത ഉപവാസം, ഹൃദയത്തിൽ തട്ടിയുള്ള ഉപവാസവും ഹൃദയത്തിൽ തട്ടിയുള്ള നോയമ്പും ഹൃദയത്തിൽ തട്ടിയുള്ള പ്രാർത്ഥനയും ഒക്കെ നടത്തിയിട്ടുള്ളവർക്ക് മാത്രം പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥനയാണ്. എന്നാലും നീ എന്നെ തട്ടിയല്ലേ, നീ എന്നെ തോപ്പിച്ചല്ലേ. തോപ്പിച്ചോ, തോക്കാൻ വേണ്ടി ഞാൻ നിൽക്കുക. ഒരു നൊമ്പരമായ പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുന്ദരമായ പ്രാർത്ഥനയാണ്. എന്നാലും എന്നെ നീ മറന്നു കളഞ്ഞല്ലോ, നീ എന്നെ മറന്നു നാഥ, അല്ലേ? അങ്ങനെ പാട്ടില്ലേ, നീ എന്നെ മറന്നല്ലോ. ഓ, എന്തൊരു നൊമ്പരമാതല്ലേ. കർത്താവ് തന്നെ പറഞ്ഞു. ഞാനൊക്കെ ചങ്ക് പൊട്ടിപ്പോയി. ഈ കുറച്ച് വർഷങ്ങളായിട്ട് കിടന്ന് കാറിക്കൂവി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കർത്താവ് പറയടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഉത്തരം തരാതിരിക്കുവോ? കർത്താവ് പറഞ്ഞു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? അമ്മമാരാ ഉത്തരം തരണ്ടേ. കോരിവാരി കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന ഞാൻ കാണാറുണ്ട്. രാവിലെ ഒരു വലിയമ്മ ദൂരെന്നാ വരുന്ന, മിക്കവാറും വിമലഗിരിയിലെ ശുശ്രൂഷ കഴിയുമ്പോഴേ എത്തുന്നത്. കൈയും കാലും തലയും ഒന്നും നേരെ നിൽക്കാത്തൊരു കുഞ്ഞിനെയും ഭാര്യ എടുത്തുകൊണ്ട്, ഒരു 4-5 വയസ്സുള്ള കൊച്ചിനെയും ഭാര്യ എടുത്തുകൊണ്ട്, ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ വിദേശത്താണ്, വല്യമ്മയായത് ഗ്രാൻഡ്മ. കൂരി എടുത്തുകൊണ്ട് വന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എൻ്റെ മുഖത്തേക്ക് തോട്ടൊരു വർത്താനമുണ്ട്. അച്ചോ, ഒത്തിരി മെച്ചപ്പെട്ടു കേട്ടോ, ഒത്തിരി മെച്ചപ്പെട്ടു. അവരുടെ വിശ്വാസ പ്രമാണമാണ് അത്. ഞാനൊന്നും കൂടെ കൈവച്ച് പ്രാർത്ഥിക്കുക, കർത്താവെ തളർന്നു പോണെ പൊക്കോട്ടെ, ഈ കൊച്ചിനെ ഒന്ന് സുഖപ്പെടുത്തുന്നീയ. അവളെ വളഞ്ഞു കിടന്ന് തലയിപ്പം നേരെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പതുക്കെ കാലുകൾ നിലത്ത് കുത്താൻ തുടങ്ങിയിട്ടുണ്ട്. 4-5 വയസ്സുള്ള കൊച്ചിനെ കോരിക്കൊണ്ട് ഏതാണ്ട് ദൂരദേശത്തുനിന്ന് വരിക ഈ അമ്മ, ഈ വല്യമ്മ. ഹല്ലേലൂയ. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറക്കുവോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കും. പെറ്റമ്മമാരിപ്പുണ്ട്, എന്നാൽ പുത്രൻ എഴുതിയേക്കുന്നത്. പെമ്പിള്ളാരുടെ പരാതി അമ്മയ്ക്ക് അവനോടാണ് ഇഷ്ടക്കൂടുതൽ, അല്ലേ? പെമ്പിള്ളാരുടെ പരാതിയല്ലേ അമ്മയ്ക്ക്. ആരെയും കുത്താൻ പറഞ്ഞൊന്നും അല്ല കേട്ടോ. ബൈബിളിൽ എഴുതിയേക്കുന്നത് വായിച്ചു നോക്ക്. ബൈബിളും ഒക്കെ ഈ പക്ഷം ചേരുന്നുണ്ടല്ലോ നോക്കാം. അമ്മയ്ക്ക് അവനോടാ ഇഷ്ടം. അവനാ വീട്ടിലെ രാജകുമാരൻ. അമ്മളാര്? പെമ്പിള്ളാരുടെ കരച്ചില. അങ്ങനൊന്നും ഇല്ല മക്കളെ. അപ്പനും അമ്മയ്ക്കൊക്കെ നിങ്ങളെല്ലാവരും പൊന്നാ. ആർക്കെങ്കിലും ഒരു സങ്കടം വന്നാൽ അതിൻ്റെ 1000 മടങ്ങ് സങ്കടം ഈ അപ്പനും അമ്മയ്ക്കുമൊക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നല അപ്പൻ അമ്മ അവനെയാണ് സ്നേഹിക്കുന്നതെന്ന്. അവന് പരാതിയുണ്ട് കേട്ടോ. നിനക്ക് തന്നതിൻ്റെ പകുതി എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്തിയേനെ. 10-25 വയസ്സുള്ള ആമ്പിള്ളാർ വന്നിട്ട് അവളെ പഠിപ്പിച്ചു, അവളെ പഠിപ്പിച്ചെങ്കിൽ അവൾ പഠിച്ചിട്ടാ. നീ തെക്കും വടക്ക് നടന്നുകൊണ്ടാ. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കോ? എത്ര വഴി തെറ്റിയാലും അമ്മ പൊതിഞ്ഞു പിടിക്കും. എത്ര തെറ്റ് പറ്റിയാലും അമ്മ പറയും എൻ്റെ കൊച്ചു തെറ്റ് ചെയ്യത്തില്ല. അമ്മയ്ക്ക് ഉറപ്പാ കൊച്ചു തെറ്റ് ചെയ്തെന്ന്. അങ്ങനെ ഒരു അമ്മ ബൈബിൾ കാണിച്ചു തരിക. പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അടുത്ത വാക്യം കൂട്ടിച്ചേർക്ക. ഈശോ പറയുക, തമ്പുരാൻ പറയുക, അവൾ മറന്നാലും
അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 49:15. മക്കളെ, സ്നേഹത്തിന് ഒരുപാട് കൈകളും ഒരുപാട് കാലുകളും ഒക്കെ ഉള്ള കേട്ടോ. മനുഷ്യനാ 2 കൈയുള്ളത്, പക്ഷെ സ്നേഹത്തിന് ഒരുപാട് കൈകളും സ്നേഹത്തിന് ഒരുപാട് കാലുകളും സ്നേഹത്തിന് ഒരുപാട് ചുണ്ടുകളും സ്നേഹത്തിന് ഒരുപാട് കണ്ണുകളും സ്നേഹത്തിന് ഒരുപാട് കാതുകളും ഉണ്ട്. ആരെങ്കിലും ഒന്ന് വിളിക്കുക ഹല്ലേലൂയാന്ന്. അതെ മക്കളെ, പിടിച്ചിട്ടും പോരാ. സ്നേഹത്തിന് 2 കൈ കൊണ്ട് കെട്ടിപ്പിടിച്ചാ പോരാ. സ്നേഹത്തിന് 100 കൈ കൊണ്ട് കെട്ടിപ്പിടിച്ചാ പോരാ. ദൈവത്തിന് 2 കൈ കൊണ്ട് കെട്ടിപ്പിടിച്ചാ പോരാ. ഹല്ലേലൂയാ. ഈ നോയമ്പിന്റെ നാളുകളെ പറ്റിയാ മക്കളെ പറയണേ. ഈ നോയമ്പിന്റെ നാളുകളെ പറ്റിയാ പറയണേ. തെറ്റുപറ്റിയ മക്കളും ഒക്കെ ആയിട്ട് ചില മാതാപിതാക്കൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ കൊല്ലാൻ നോക്കിയ മോനുമായിട്ടൊരു അമ്മ വന്നു. കൊല്ലാൻ നോക്കി അവൻ കത്തിയെടുത്തോട്ട് ചെന്ന് പിടികൂടി അമ്മ. കഞ്ചാവായിരുന്നു, മയക്കുമരുന്ന്. നാട്ടിൽ ഇഷ്ടം പോലെ ഗവൺമെൻറ് നമുക്ക് മയക്കുമരുന്ന് തരുന്നുണ്ടല്ലോ ഈ കാലഘട്ടത്തിൽ. ഇഷ്ടം പോലെ മയക്കുമരുന്നുണ്ട്. മയക്കുമരുന്നും കഴിച്ച് അവൻ അവസാനം ഹാലുസിനേഷൻ വാക്കത്തെ എടുത്തുകൊണ്ട് ചെന്ന് അമ്മയെ വെട്ടാൻ. കുരിശ് വരയ്ക്കുന്ന അമ്മയായതുകൊണ്ട് കണ്ണു തുറന്ന് ചാടി കൈക്ക് പിടിച്ചു. അവസാനം ഏതോ ഒരു മാനസിക ആശുപത്രിയിൽ തൊടുപുഴയ്ക്കടുത്ത് കൊണ്ടുപോയിട്ടു. അവന് ഭയങ്കര വെറുപ്പ് അമ്മയോട്. എന്നാ കാരണം? അമ്മയെ കൊല്ലാൻ വന്നത് അവർ കണ്ടുപിടിച്ചു, കൈക്ക് പിടിച്ചു. പക്ഷെ അമ്മ ആരോടും പറഞ്ഞില്ല. ഞാനൊക്കെ ഒരു 3-4 പെരുന്നാളുകൾക്ക് മുമ്പ് ഇവിടെ അന്തോണിസ്നാളിൻ്റെ പള്ളിയിൽ വെച്ച് വൈകുന്നേരം ഒരു മനുഷ്യൻ തലയിലൊരു കെട്ടുമായിട്ട് വന്നു. ചെക്കൻ കമ്പിപ്പാര കൊണ്ട് തലക്കെട്ടടിച്ചതാണ്. കയ്യിലോ കാലയിലൊക്കെ മുറിവുണ്ട്. ഞാൻ സാധാരണ ചോദിക്കും, എന്ത് പറ്റി ഏട്ടാന്ന് ചോദിച്ചു. ഒന്ന് വീണതാച്ചോ എന്ന് പറഞ്ഞു. അയാൾക്ക് പിന്നെ കുറ്റം വന്നു. അച്ഛനോട് നുണ പറയാൻ പാടില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ സാക്രിസ്റ്റി കയറി വന്നു. അച്ഛാ, വീണതല്ല, അവൻ തലക്കെട്ടടിച്ചതാണ്. അവനെ കൊണ്ടാണ് വന്നേക്കുന്നേ. അവൻ തോറ്റ് നിൽക്കുക. കൊച്ച് ഒരു 10-18 വയസ്സുള്ള +2 കാരനം കണ്ട കൊടുത്തു. അപ്പൻ്റെ തലക്കെട്ട് കമ്പിപ്പാര കൊണ്ട് തല പൊട്ടി പിളർന്നു. ICUലായിരുന്നു കുറച്ച് ദിവസം. അതൊക്കെ കഴിഞ്ഞ ആ ദിവസങ്ങളിൽ പെരുന്നാളായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതോ ടോക്കിൽ. ദൈവമക്കളെ, ഇപ്പോൾ ഒന്ന് കുഞ്ഞുങ്ങളാകാവും നിങ്ങൾക്ക്. അപ്പൻ എന്തുമാത്രം, എൻ്റെ അപ്പനില്ല, അപ്പൻ മരിച്ചുപോയി. അപ്പൻ്റെ സ്നേഹം ഒന്ന് ഓർത്ത് നോക്കുമ്പോൾ ഇപ്പം എൻ്റെ കണ്ണ് നിറയാറുണ്ട്. വെറുതെ അപ്പനെ പറ്റിയൊക്കെ ഓർക്കുമ്പം അത്രയൊന്നും സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. 7 മക്കളുണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ളൊരുത്തനാണ്. പക്ഷെ ഇപ്പം തോന്നാറുണ്ട്, ഒരുപാട് അപ്പം സ്നേഹിച്ചായിരുന്നു. നേരത്തെ പറഞ്ഞ വർത്താനല്ലേ, മൂത്തവനോടാ ഇളയവളവനോടാ. ഇപ്പം മനസ്സിലാകുന്നുണ്ട്, കുറച്ച് പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പം മനസ്സിലാകുന്ന അപ്പൻ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് പല, ഒന്നും പറഞ്ഞ സമയം സെൻറ്റിമെൻറ്റ്സ് വേണ്ടല്ലോ. ഹല്ലേലൂയാ. മക്കളെ, അപ്പനും അമ്മയ്ക്കും സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. ദൈവം അപ്പനും അമ്മയ്ക്കും കൊടുത്ത ഒരു എക്സ്ട്രാ ഓർഗൺ, ഒരു കൂട്ടിവെച്ച അവയവത്തിൻ്റെ പേരാ സ്നേഹം. നമുക്ക് കയ്യും കാലും മൂക്കും കണ്ണും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ അപ്പനുള്ള ഒരു അവയവത്തിൻ്റെ പേരാ സ്നേഹം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പറ ഹല്ലേലൂയാ. അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അല്ല, വഴി കൊണ്ട് കിടത്തിച്ച് പോകുന്ന ചില അമ്മമാരുണ്ട്. ഞാൻ അതിനെ ഒന്നും കുറ്റം പറയാൻ പോകുന്നില്ല, അത് നമ്മുടെ വിഷയമല്ല. വചനത്തിലേക്ക്, അവൾ നിന്നെ ഉപേക്ഷിച്ചാലും അവൾ നിന്നെ മറന്നാലും. എന്ത് ഗഡ്സായി ദൈവം തമ്പുരാന്. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചു, അതേപോലെ കൂടെ നിൽക്കുന്നവരൊക്കെ ഉപേക്ഷിക്കും. കൂടെ നിൽക്കുന്നവരൊക്കെ നിന്നെ കൊണ്ട് ഗുണമില്ലാതാകുന്ന നിന്നെ തള്ളിക്കളയും. നിന്നെ കൊണ്ട് ഗുണമില്ലാതാകുന്ന നാളിൽ നീ ഒരു ഭാരമായി മാറും. എക്സെപ്റ്റ് ഫോർ ഗോഡ്, ദൈവത്തിനൊഴിച്ച് ബാക്കി എല്ലാവർക്കും. ഈ പറഞ്ഞില്ലേ, ചക്കയെ വെച്ച് വളർത്തിയ കൊച്ചിന് നീ നാളെ ഭാരമാകും. ഈ അപ്പനൊന്ന് വീട് വിട്ടൊന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ വീട്ടിൽ കുറച്ച് ഇട കിട്ടിയാന്. ഹല്ലേലൂയാ. വിഷമമൊന്നും വേണ്ട, ഒച്ചതി പറഞ്ഞു ഹല്ലേലൂയാ. പ്രകൃതി നിയമമാ, പ്രപഞ്ച നിയമമാ. ബോധമുള്ള അപ്പം വീട് വിട്ട് ഇറങ്ങുകയും ചെയ്യും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്ത വാക്യം, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കും. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ എൻ്റെ കയ്യിൽ ഒരുപാട് വരയുണ്ട്.
കർത്താവിൻ്റെ കയ്യിലെ വരയാ നീ. നമ്മൾ നാട്ടുവിശേഷത്തിൽ പറയില്ല, നമ്മുടെ ജീവിതമാണ് ഈ വരയെന്ന്. ഈ വരകൾക്കൊക്കെ വ്യാഖ്യാനം ഉണ്ടെന്നൊക്കെ പറയില്ലേ? ദൈവത്തിൻ്റെ വ്യാഖ്യാനമടാ കൊച്ചനിയ. ദൈവത്തിൻ്റെ കയ്യിൽ വരച്ചിട്ടിരിക്കുന്ന വരയാ. ഈ വര കാണുമ്പം നിന്നെയാ ഞാൻ ഓർക്കണേ. ഹല്ലേലൂയ. ഈ വര ഒരിക്കലും മാറുകയില്ല മക്കളെ. അതല്ലേ വിരലടയാളം. വിരലടയാളത്തിന് മാറ്റമില്ല. ദൈവത്തിന്റെ കയ്യിലെ വിരലടയാളമാ നീ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. ദൈവത്തിൻ്റെ കരകവിഞ്ഞൊഴുക സ്നേഹം. ആ മുകളിൽ നിന്ന് താഴോട്ടാ മക്കളെ മഴ പെയ്യുന്നത്, താഴേന്ന് മുകളിലോട്ടല്ല മഴ. രാവിലത്തെ വചനം അതായിരുന്നു. അല്ല, ഇന്നത്തെ ശയ്യാ വചനമല്ല 55. മകളെ മുകളിൽ നിന്ന് താഴോട്ട്, അവൻ മുകളിലായിരിക്കുന്ന മുകളിൽ നിന്ന് മഴ പെയ്ച്ചുകൊണ്ടിരിക്കും. നീ ആരുമായിക്കൊള്ളട്ടെ. എത്ര നഷ്ടപ്പെട്ട് വൈകുന്നേരം വരും. വൈകുന്നേരത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് എനിക്കൊരു ഇഷ്ടമാണ്, ഞാനിവിടെ നിൽക്കാൻ വേണ്ടി പറ്റുന്നത്രേ. ഈ മഴ പെയ്യാത്തവരും മഴ നനവ് ആദ്യമായിട്ട് അനുഭവിച്ചവരൊക്കെ വൈകുന്നേരം വന്ന് നിൽക്കാറുണ്ട്. മിക്കവാറും വെള്ളത്തിൻ്റെയൊക്കെ കണ്ണ് നിറഞ്ഞൊഴുകും, ഒന്നും പറയാറില്ല. ഈ ആണുങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, പൂട്ടിക്കെട്ടി വെക്കുന്നൊരു സ്വഭാവം. വർഷവന്മാർ വരും, ചിലവനൊക്കെ വിങ്ങൽ കാണുമ്പോൾ എന്ത് പറ്റിയിടാന്ന് ചോദിക്കും. അപ്പോൾ പറയും അച്ഛനൊന്ന് പ്രാർത്ഥിച്ചാലും. പറയത്തില്ല. പറയാതെ വെച്ചിരിക്കുന്ന സങ്കടങ്ങൾക്ക് പറഞ്ഞ സങ്കടങ്ങളെക്കാളും എന്തുമാത്രം നൊമ്പരമുണ്ടെന്നറിയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പറയാത്ത നൊമ്പരങ്ങളും ഒപ്പിയെടുക്കുന്ന ഒരു കർത്താവുണ്ടെന്ന്. നോയമ്പതാ മക്കളെ. ഈശോയുടെ നൊമ്പരത്തിന്റെ പേരാ നോയമ്പ്. ഈശോയുടെ നൊമ്പരത്തിന്റെ പേരാ നോയമ്പ്. നൊമ്പരത്തിന്റെ പെരുന്നാളിന്റെ പേരാ നോയമ്പ്. ഹല്ലേലൂയ. ഒച്ചത്തിൽ വിളിക്ക. പ്രിയപ്പെട്ടവര് മരിച്ചു കഴിയുമ്പോൾ നോയമ്പ്. പ്രിയപ്പെട്ടവർ, ഞാൻ കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് 98 വയസ്സ്. 98 വയസ്സ്. അമ്മയുടെ മക്കൾക്കൊക്കെ മിനിമം 75 വയസ്സുണ്ട്. ഞാനൊരു കാഴ്ച കണ്ടു. ഈ 75 വയസ്സ് മുതൽ ഏറ്റവും താഴത്തെ പേരക്കിടാവ് 1.5 വയസ്സ് 2 വയസ്സ് രണ്ടല്ല, അവന് എത്ര വയസ്സുണ്ട് ജോക്കുട്ടന് അറിയില്ല, 4 വയസ്സ് 5 വയസ്സാണ്. അവൻ വരെ നിന്ന് കരയുക. ജീവിക്കുവാണെങ്കിൽ ആ അമ്മയെ പോലൊക്കെ ജീവിക്കണം. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം വട്ടം നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ വെന്റിലേറ്ററല്ല, വെന്റിലേറ്ററിൽ കയറ്റില്ല, ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എല്ലാ ഫങ്ഷനിങ്ങളും സ്റ്റോപ്പ് ചെയ്ത് സ്ലോ ചെയ്യാൻ തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അച്ഛൻ കഥയുണ്ടാക്കി പറയുമെന്ന് വിചാരിക്കില്ല. ആണും പെണ്ണും ഉൾപ്പെടെ ഒരു 10-75 വയസ്സല്ല 80 വയസ്സ് മുതൽ താഴോട്ടുള്ളതെല്ലാം കൂടെ നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നൊരു കാര്യം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ കാഴ്ച 98 മരിച്ചാൽ ആരും കരയും. കാരണം അവർ സ്നേഹത്തിൻ്റെ രാജ്ഞിയായിരുന്നു. അവർ സ്നേഹത്തിൻ്റെ അമ്മയായിരുന്നു. ചങ്ക് നിറച്ച് സ്നേഹമായിരുന്നു. ജീവിതത്തിൽ മുഴുവൻ സ്നേഹം അനുഭവിച്ചിരുന്നു. ഈ സ്നേഹം മക്കൾക്കും കൊച്ചുമക്കൾക്കും മരുമക്കൾക്കും പ്രിയപ്പെട്ടവർക്കും കോരി കോരി കൊടുത്തു കഴിഞ്ഞപ്പോൾ മരണസമയത്ത് സ്നേഹത്തിൻ്റെ പൂക്കളുമായിട്ട് സ്നേഹത്തിൻ്റെ കണ്ണീരുമായിട്ട് എല്ലാവരും ഓടിയെത്തി. അല്ലേ, ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്, ജോലി നിർത്തി. അവനാ സ്ഥാപനത്തില്ലെങ്കിൽ ആ സ്ഥാപനത്തിന് വലിയ നഷ്ടം വരും. 98 വയസ്സുള്ള വല്യമ്മയെക്കാളും വലുതല്ല ഞാൻ ചെയ്യുന്ന ജോലി എന്നവന് ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് അവൻ ജോലി നിർത്തി വന്നിരിക്കുക ഇവിടെ. മക്കളെ, കണക്കുകൾക്കൊക്കെ അപ്പുറത്ത് ബന്ധങ്ങൾക്കൊക്കെ അല്പം കൂടെ വിലയുണ്ടെന്ന്, വാല്യൂ ഉണ്ടെന്ന് മക്കൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ മറന്നാൽ ഞാൻ നിന്നെ മറക്കില്ല. ഇതാ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. അതിനോ നിൻ്റെ സുരക്ഷിതത്വം. അല്ലേ, പെങ്കൊച്ചുങ്ങളുടെ ചുറ്റും അമ്മമാരുടെ കണ്ണുണ്ടാകണമെന്നൊക്കെ പറയാറില്ലേ? പെങ്കൊച്ചുങ്ങളുടെ മതിൽ അമ്മമാരുടെ കണ്ണ് തീർത്തില്ലെങ്കിൽ മക്കൾ ചാടിപ്പോവും. പെങ്കൊച്ചുങ്ങളെ അഴിച്ചുവിട്ടേക്കല്ല, അവൾ പോകുന്ന അവളുടെ ചുറ്റും നിങ്ങളുടെ കണ്ണിൻ്റെ വേലി ഉണ്ടാവണം. അവളുടെ കൂട്ടുകൾക്ക് ചുറ്റും നിങ്ങളുടെ കണ്ണിൻ്റെ വേലിയുണ്ട്. എൻ്റെ കൊച്ചിന് അങ്ങനൊന്നുമില്ല എന്നൊന്നും പറഞ്ഞ് കൂടുതൽ വീരവാദം പറയാൻ നിന്നേക്കല്ല. നിങ്ങളുടെ കൊച്ചുങ്ങളുടെ ഓരോ ചലനത്തിനും ചുറ്റിനും നിങ്ങളുടെ കൺവേലി ഉണ്ടാവണം. തമ്പുരാൻ പറയാം, നിന്റെ ചുറ്റിനും എൻ്റെ കൺവേലി ഉണ്ടെന്ന്. കർത്താവിന് എന്തിന്റെ കേടായത്? എൻ്റെ ചുറ്റും ദൈവത്തിന്റെ കൺവേലി കെട്ടിവച്ചിരിക്കുന്നെന്ന്.
എന്നെ ഒരു ശത്രു ആക്രമിക്കില്ലെന്ന്, എനിക്കൊരു തിന്മ വരില്ല എന്ന്. ദൈവമക്കൾ എഴുന്നേറ്റു, ഒന്ന് ഇരുകരങ്ങളും ദൈവസന്നിധിക്ക് നീട്ടിപ്പിടിച്ചു. തമ്പുരാന്റെ സ്നേഹം ആവോളം അനുഭവിക്കാനായിട്ട് ഒരമ്മ സ്നേഹകാലമാണ് ഈ നോമ്പ്. അമ്മ സ്നേഹകാലമാണ് ഈ നോമ്പ്. അമ്മ തരുന്ന മാപ്പിന്റെ കാലമാണ്. അമ്മയുടെ ഹൃദയം പൊട്ടി ഒഴുകുന്ന ഒരു കാലമാണ് ഈ നോയമ്പിന്റെ കാലം. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച മക്കള്, ദൈവത്തിന്റെ കാരുണ്യം, അവന്റെ കൺവേലി കൊണ്ട്, അവന്റെ കൺകാഴ്ച കൊണ്ട് വേലി കെട്ടി നമ്മളെ സുരക്ഷിതമാക്കുന്ന പൊന്നുകാർ വേദനിക്കുന്നവര് പ്രാർത്ഥിച്ച്, ദൈവം ഉപേക്ഷിച്ചതൊക്കെ പറഞ്ഞ്, ദൈവം എന്നെ തള്ളിക്കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കരയുന്നവര് ഒന്ന് പ്രാർത്ഥിച്ച്, രോഗികള് പ്രാർത്ഥിച്ച്, വേദനിക്കുന്നവര് പ്രാർത്ഥിച്ച്, നിരാശപ്പെടുന്നവര് പ്രാർത്ഥിച്ച്, തകർന്നവര് പ്രാർത്ഥിച്ച്, തളർന്നവര് പ്രാർത്ഥിച്ച്, ഈശോയേ ഈശോയേ വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. പാപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാം